ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഡൽഹിയിലുള്ള ദിവസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആഗ്രയിൽ നിന്നൊക്കെ വന്നു. ആഗ്രയിൽ നിന്ന് 4-5 മണിക്കൂറിൽ ബസ് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് അവർ ബസ് കൊണ്ടിറക്കി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ നേരത്തെ ബുക്ക് ചെയ്തതും കാര്യങ്ങളൊന്നുമില്ല, കാരണം നമുക്ക് ബസ് എവിടെ കൊണ്ട് നിർത്തും അങ്ങനൊന്നും സ്റ്റോപ്പൊന്നും അറിയില്ലായിരുന്നു. അവിടെ ഞങ്ങൾ ഹോട്ടൽ അവിടെ വന്നിട്ട് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ. ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഡൽഹിയിൽ വന്നപ്പോൾ. റൂമൊക്കെ എടുത്ത് സെറ്റായിട്ട് വന്നപ്പോൾ 5-5:30 ആയി. പിന്നെ ഞങ്ങൾ അന്ന് വൈകിട്ട് ഞങ്ങൾ ചാന്ദിനി ചൗക്കിലും അതുപോലെ ജുമാ മസ്ജിദിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ മണാലിയിലിട്ടാണ്, ഞങ്ങൾ മെയിൻ യാത്ര മണാലിയാണല്ലോ. അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമായിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ, കോട്ടും ജാക്കറ്റൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചാന്ദിനി ചൗക്കിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ടയേർഡായിരുന്നു. അതുപോലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിറ്റേന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതായത് ഡൽഹിയിൽ 2ാമത്തെ ദിവസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിലൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രാവിലെ തന്നെ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് കേട്ടോ മണാലിയിലേക്കുള്ള ബസ് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വിചാരിച്ചു ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് വൈകിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നായ നമ്മുടെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഗേറ്റിലാണ് കേട്ടോ. 21-ലാണ് കേട്ടോ ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. 1921-ലാണ് കേട്ടോ ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 10 വർഷത്തോളം എടുത്തു ഇതിൻ്റെ പണി പൂർത്തിയാവാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അതുപോലെ നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ കുത്തബ് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.